എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് കഴിക്കാനുണ്ടാക്കുന്നതേ മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചമ്മന്തിക്കറിയും ഉണ്ടാക്കുന്നുണ്ട് പുറകെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ എനിക്ക് കഴിക്കാനേ അട വറുത്തെടുത്താണ്. എനിക്ക് ഈ മൈദ ദോശയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ മൈദ കുഴച്ചെടുത്തിട്ട് ഞാൻ തേങ്ങയും ശർക്കരയൊക്കെ കുഴച്ച് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുത്തതാണ്, അട വറുത്തെടുത്തതാണ്. അപ്പോൾ ഇത് പഴയ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അട വറുക്കുന്നത്, അല്ലെങ്കിൽ പാത്രം ഡാമേജ് ആയി പോവും. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും അനുക്കുട്ടിയും കൂടെ ഒന്ന് റേഷൻ കട വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. നമുക്ക് നേരത്തെ വാങ്ങി പൊടിപ്പിച്ച് വെച്ചിരുന്ന ഗോതമ്പ് പൊടിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പൊക്കെ വാങ്ങാനുണ്ട്, പിന്നെ അരി ഉണ്ടെങ്കിൽ അരിയും വാങ്ങണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഉച്ചയ്ക്കുള്ള കറികളൊന്നും വെച്ചിട്ടില്ലായിരുന്നേ. ചോറിനുള്ളത് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നിട്ട് മീൻ കറി വയ്ക്കണമായിരുന്നു. അപ്പോൾ മീൻ കിട്ടിയിട്ട് ഞാനത് ക്ലീൻ ആക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം, പിന്നെ ഒരു ഒഴിച്ചു കൂട്ടാൻ. ഇത് മുളക് കറി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അരച്ചുകൂട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് തക്കാളി അരച്ചു കൂട്ടാൻ പോകണം, പിന്നെ കോവയ്ക്കായും കൂടെ മെഴുക്ക് പുരട്ടാൻ വേണേ. അപ്പോൾ ഇതേ നമുക്ക് കിട്ടിയത് മത്തിയായിരുന്നു. മത്തി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു 5-6 അയിലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ മത്തി ആയതുകൊണ്ട് ഇന്നിപ്പം മത്തി എടുക്കുന്നില്ല. മത്തി മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അയില നമുക്ക് മുളകിൽ പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മുളകിൽ വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അരച്ചു കൂട്ട് വേണ്ടേ, അപ്പോൾ അതിനാണ് തക്കാളി അരച്ചു കൂട്ടാൻ പോണത്. അപ്പോൾ പിന്നെ കോവയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഓരോ ജോലികളായിട്ട് അങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്കൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ നോക്കണേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മത്തി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കറി അടുപ്പത്ത് വെച്ചേട്ടാ. അപ്പോൾ ഇനി നമുക്ക് അരച്ചു കൂട്ടാനുള്ളതും കൂടെ ചെയ്യണം. അപ്പോൾ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അനുക്കുട്ടി ചെയ്ത് വെച്ചത് ഉപ്പുണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്നും തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് അച്ചിങ്ങ ബാക്കി ഉണ്ടായിരുന്നതായിരുന്നേ. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ ചോറ് തിളപ്പിക്കാനായിട്ടേ അരി തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് ഏകദേശം വേവായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്നുകൂടെ അടുപ്പത്തെടുത്ത് വെച്ചിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അടച്ചിടാറുള്ളേ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും എടുത്ത് അടപ്പിലോട്ടൊന്ന് വെക്കണം. അപ്പോൾ നമ്മൾ കുടിവെള്ളം അടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ മുളക് വെച്ചിട്ട് വെച്ച കറിയാണ് കേട്ടോ, മുളക് കറിയായിരുന്നു. അപ്പോൾ അത് പിന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ കോവയ്ക്കതേ അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടണം. പിന്നെ തക്കാളി അരച്ചു കൂട്ടണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുമൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. നാടൻ കോവയ്ക്കായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടിയാണ് എടുത്തത്. തക്കാളി പിന്നെ അരച്ചു കൂട്ടി എടുത്തത്. അപ്പോൾ കറി വയ്ക്കുന്നതിൻ്റെ ഒന്നും ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. തക്കാളി അരച്ചു കൂട്ടിയതും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഊണ് കഴിക്കാനുള്ള ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് തുണി കഴുകി ഇട്ടതൊക്കെ ഉണങ്ങാനൊക്കെ ഇടണമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ വൈകുന്നേരത്ത് ഉണങ്ങിയ തുണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടെറസിൽ വന്നതാണ്. അപ്പോഴുണ്ട് നല്ല മഴക്കാർ വെച്ച് വരുന്നുണ്ട് കേട്ടോ. മഴക്കാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്, അത്രയ്ക്കും മഴക്കാറായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തുണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നന്നായിട്ട് മഴ അത് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയ്തത് ഏകദേശം തോർന്ന് വരുന്നു, നന്നായിട്ട് തന്നെ പെയ്ത് മുറ്റത്തൊക്കെ വെള്ളമൊക്കെ വരത്തക്ക വിധത്തിലുള്ള മഴ തന്നെയായിരുന്നു.
പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിരുന്നു കൂന്തൽ കിട്ടിയിട്ട്. അപ്പോൾ മക്കൾ പറഞ്ഞത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയെന്ന്. അപ്പം ഞാനത് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് റോസ്റ്റാക്കി എടുത്ത് കേട്ടോ. കുറേ നാൾ കൂടിയാണ് ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയേക്കണേ. ഒരിക്കൽ കൂടി പറഞ്ഞതാണ്, എപ്പോഴെപ്പോഴും പറയണമെന്ന് വിചാരിക്കല്ലേ. പിന്നെ വൈകിട്ട് മക്കൾക്ക് കഴിക്കാനായിട്ട് നൂഡിൽസും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കണ്ടുമുട്ടാം. ടാറ്റാ.